ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുഴുവനായിട്ടും അങ്ങോട്ട് മനസ്സിലായില്ല, മുഴുവനായിട്ട് ഇപ്പോഴറിയണ്ട. അതൊക്കെ വഴി അങ്ങ് മനസ്സിലാക്കിയാ മതി. ഇത്ര നാള് എന്റെ അമ്മമ്മ എവിടെയായിരുന്നു? എന്റെ പൊന്നമ്മമ്മ. എന്താടി നിനക്ക് പറയാനുള്ളത്? പറയാം. അല്ല, നീ അറിഞ്ഞായിരുന്ന? നീ വരുന്നതിന് തൊട്ടു മുമ്പേ സരസ്വതി മാഡം ഇവിടെ വന്നിരുന്നു. നമ്മളെ കാണാൻ വന്നതാ. പത്മാവതി മേഡത്തിന്റെ അമ്മയോ? ആ. അവരെന്തിനാ വന്നേ? അവരിന്നലെ മുതൽ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. രാജുവിനോട് പറഞ്ഞിരുന്നു. അവരെന്തിനാ വേണുവേട്ടാ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് ഇവളോട് ഇപ്പൊ ഇത് പറയണോ? പറഞ്ഞ പറയാം, പക്ഷെ ഇപ്പൊ വേണ്ട. എന്താ വേണുവേട്ടനെ ആലോചിക്കുന്നേ? ആലോചിക്കണോ? ഞാനെന്താ ആലോചിച്ചെന്ന്? സരസ്വതി മേഡം വന്നത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. അതെ, അതെന്ത് പ്രശ്നം ഉണ്ടായാലും രാജുവിനോട് വർമ്മ സാറിന്റെ അവിടുത്തെ ജോലി കളയരുതെന്ന് പറയാനാ വന്നത്. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇവളോട് ഒരു കള്ളം പറയുന്നത്. ആ, അത് പറയാനാണോ മേഡം ഇങ്ങോട്ട് വന്നത്? അതെ. അല്ല, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാനുണ്ട്, പറയാം. വേണുവേട്ടനോട് ആലോചിക്കാതെ ഞാൻ അവർക്ക് വാക്കു കൊടുത്തു. രുക്മിണിക്ക് വാക്കു കൊടുത്തത് പറയണോ? ഇപ്പൊ വേണ്ട. എന്താടി നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? നീ അത് പറ. വേണുവേട്ടനോട് പറയാതെ ഞാനൊരു കള്ളത്തരം ചെയ്തു. നിന്നോട് ആലോചിക്കാതെ ഞാനും ചെയ്തൊരു തെറ്റ്. ഞാൻ ഇന്നലെ ശ്രീലക്ഷ്മിയെ ഹരീഷിനെയും കാണാൻ പോയിരുന്നു. എന്നിട്ട് പറയാം. ദൈവമേ, അവൻ ആക്സിഡന്റ് പറ്റിയാലും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ ഞാൻ അവിടം വരെ ഒന്ന് പോകാം. വരുമെങ്കിൽ ഞാൻ അവരെയും വിളിച്ചോണ്ട് വരാം. രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യം ഞാൻ എപ്പോഴാ വേണുവേട്ടനോട് പറയുന്നേ? ദൈവമേ, എന്റെ അമ്മമ്മ ഒന്നും പറയാതെ കാറിൽ കയറിയത് എവിടെ പോയതാ? എന്നാലും എന്നോട് പറയാതെ പോയത് എന്തിനായിരിക്കും? രാവിലെ പോയതാണല്ലോ. എന്താ ഇത്ര വൈകുന്നേ? വന്നല്ലോ എന്റെ അമ്മമ്മ. എന്തോ കാര്യമുണ്ട്. ഇവിടെ നിന്നാ അവര് പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല.
പോയതാ. അമ്മമ്മയ്ക്ക് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? എന്നാലും എന്നോടൊരു വാക്ക് പറയാതെ. ഞാൻ പോയത് എവിടേക്കാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്റെ മോൾക്ക്? അത് സൂര്യമംഗലത്തേക്കായിരിക്കും. സൂര്യമംഗലത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല അമ്മമ്മ എവിടേക്ക് വന്നത്. അതൊക്കെ നോക്കാൻ വേറെ ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അമ്മമ്മയ്ക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വലിയ കാര്യങ്ങളോ? അതെന്താ? അതൊക്കെ ഉണ്ട്. ഇനി എന്റെ ഋതുമോളുടെ കാര്യ അമ്മമ്മയ്ക്ക് പ്രധാനം. ഇതൊക്കെയാ അമ്മമ്മയുടെ സ്വപ്നം. ഇവരിത് എന്തൊക്കെയാ പറയുന്നേ? ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാനാ ഈ അമ്മമ്മ ഇന്ന് പോയിരുന്നേ. മനസ്സിലായോ? മുഴുവനായിട്ടും അങ്ങോട്ട് മനസ്സിലായില്ല. മുഴുവനായിട്ട് ഇപ്പോഴറിയണ്ട. അതൊക്കെ വഴി അങ്ങ് മനസ്സിലാക്കിയാ മതി. ഇത്ര നാളും എന്റെ അമ്മമ്മ എവിടെയായിരുന്നു? എന്റെ പൊന്നമ്മമ്മ. മോള് വാ. എന്തൊക്കെയാ ഗൂഢാലോചനകളാ. ഈ കിളവി എവിടുന്ന് പുറത്തണം. നഗരത്തിന് തീ പിടിച്ചപ്പോ വീണ വായിച്ച ഒരു ചക്രവർത്തിയെ കുറിച്ച് കേട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ അമ്മ മൊബൈലിൽ സിനിമ കണ്ടോണ്ടിരിക്കുവാണോ? ഞാൻ സിനിമ ആണോന്നും അല്ല. ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അല്ല, നിനക്കിത് എന്തു പറ്റി? ഇങ്ങനെ വാലിന് തീ പിടിച്ച കൊരങ്ങനെ പോലെ വിരലി പിടിച്ച് നടക്കുന്നേ? എനിക്കിവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിക്കുക. നിന്റെ അച്ഛന് ലേശം ഭ്രാന്തുള്ളതായിട്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുമാതിരി ഞാൻ കലുകൾ നിൽക്കുമ്പോ തമാശക്കല്ലേ? എടാ, നീ കാര്യം പറയേ. കാര്യം വ്യക്തമായിട്ട് പറയാതെ നീറോ ചക്രവർത്തിയുടെ ഉപമയൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവോ? അമ്മേ, ആ കിളവിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ഏത് കിളവിയെ? ആ സൂര്യമംഗലം മഹാറാണിയെ. നല്ല കാര്യമായി. എടാ, അവരുടെ നേരെ ഒന്ന് വിരല് ചൂണ്ടാൻ പോലും നമുക്ക് പറ്റില്ല. അകലേ നോവിനാലേ